സത്യവാൻ സാവിത്രിയുടെ ബാക്കി ഭാഗമാണ് പറയുന്നത്. ദേവി ഭാഗവതത്തിലെ ഭാഗമാണിതും. പിന്നെ സത്യവാൻ സാവിത്രിയിലെ ലാസ്റ്റ് സാവിത്രി ധർമ്മരാജാവിനോട് ചോദിക്കുന്നുണ്ട്, മരിച്ചാൽ ദേഹിയെ അങ്ങ് പ്രേതലോകത്തിലേക്കാണ് കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞല്ലോ, അവിടെ എത്ര നരകങ്ങളുണ്ടെന്ന്, ആ നരകങ്ങളിൽ പതിക്കത്തക്ക പാതകങ്ങൾ എന്തൊക്കെയാണെന്ന് സാവിത്രി ധർമ്മരാജാവിനോട് ചോദിക്കുന്നതാണ്. അതായത് യമധർമ്മനോട് ചോദിക്കുന്നതാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നതാണ് എന്ത്, നരകവർണ്ണന. ഇത് പറയാനൊരു ഉദ്ദേശം കൂടിയുണ്ട്. ഈ കലികാലത്തിൽ അത്രയും അതിക്രമങ്ങളും എന്തൊക്കെ ദുഷ്പ്രവൃത്തികൾ ചെയ്യാം, അതൊക്കെ ചെയ്യുന്നുണ്ട് ആളുകൾ. ഇപ്പോൾ ആരെങ്കിലും ഒരാളെങ്കിലും നന്മയുടെ പാതയിലേക്ക് വന്നാൽ അത്രയും പുണ്യല്ലേ. അതുകൊണ്ട് മാത്രമാണ് നരകവർണ്ണന പറയണത്. അപ്പം ധർമ്മദേവൻ പറയുന്നതാണ്, ആരോട് പറഞ്ഞു കൊടുക്കുകയാണ്, സാവിത്രിനോട് പറഞ്ഞു കൊടുക്കണ നരകവർണ്ണനയാണ് ഇത്. ധർമ്മദേവൻ പറയാണ്, പുണ്യശീലേ കേട്ടാലും. അപ്പോൾ പറയുന്നുണ്ട് ഭയപ്പെടരുത്. കാരണം നരകത്തിനെ പറ്റി പറയുമ്പം ഇവർക്ക് എന്തായാലും ഭയം വരും അല്ലേ. പ്രധാനമായി 28 നരകങ്ങളാണ് എൻ്റെ പുരിയിലുള്ളത്. ആകെ 86 നരകങ്ങളുണ്ട്. അതിൽ 28 എണ്ണത്തിനാണ് പ്രാധാന്യമുള്ളത്. പിന്നെ അപ്പം തന്നെ ധർമ്മദേവൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് ഒരിക്കലും നരകഗതി ഉണ്ടാകുന്നതല്ല. അവർ നരകത്തെ ഭയപ്പെടേണ്ടതുമില്ല. ധർമ്മിഷ്ഠനും ദൈവഭക്തനും വിജ്ഞാനിയുമായ നരന് നരകസ്വർഗങ്ങൾ മായാനിബന്ധമായ സങ്കല്പങ്ങളാണെന്ന് ധരിച്ചു കൊള്ളുക. അല്ലയോ സതീരത്നമേ, വരാൻ പോകുന്ന ദ്വാപരയുഗത്തിൽ മഹാവിഷ്ണു ശ്രീകൃഷ്ണനായി അവതരിച്ച് ഈ തത്വങ്ങൾ സർവ്വവും ഉൾക്കൊള്ളുന്ന ഭഗവത്ഗീത ഉപദേശിക്കും. എത്ര മഹാപാപിയാണെങ്കിലും ഭഗവാന്റെ ഗീതോപദേശം ശ്രവിച്ച് മായാമയനായി വർത്തിക്കുന്ന ഭഗവാനിൽ നിഷ്കളങ്ക ഭക്തിയുള്ളവനായി ഭവിച്ചാൽ അവൻ്റെ സർവ്വ പാപങ്ങളും നശിച്ചവൻ നിത്യാനന്ദ സ്വർഗത്തെ പ്രാപിക്കുമെന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ആര്, ധർമ്മദേവൻ. വിഷ്ണുനാമവും ശിവനാമവും നിത്യം ജപിക്കുന്നവർക്കും ദേവീഭക്തന്മാർക്കും നരകഗതി അനുഭവപ്പെടുകയില്ല എന്നാണ് പറയുന്നത്. മരണവേളയിൽ നാരായണ എന്നൊന്ന് വിളിച്ച അജാമിളൻ എന്ന ബ്രാഹ്മണന് നിത്യാനന്ദ സ്വർഗം ലഭിച്ചു. എല്ലാവർക്കും അറിയുന്ന കഥയാണല്ലേ. അപ്പം പറയുന്നത്, പതിവ്രതാരത്നമേ, പാപം ചെയ്യുന്നവർ മാത്രമാണ് നരകത്തിൽ പതിക്കുന്നത്, അല്ലാത്തവർ നരകത്തിൽ പതിക്കുന്നില്ല. മനുഷ്യനായി ജനിച്ചാൽ അവൻ എന്തെങ്കിലും പാപം ചെയ്തെന്ന് വരും. അവൻ കുറേ കാലമെങ്കിലും ആ പാപ ഫലത്താൽ നരകത്തിൽ കിടക്കേണ്ടിയും വരും. അജ്ഞത കൊണ്ട് വല്ല പാപകർമ്മങ്ങളും ചെയ്താലും അതേക്കുറിച്ച് സദാ പശ്ചാത്തപിച്ച് ദൈവചിന്തയോടുകൂടി സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവൻ നരകം കാണാതെ നേരെ സ്വർഗത്തിൽ പ്രവേശിക്കും. പാപകർമ്മങ്ങൾ ചെയ്യുന്നവരോ അവയുടെ ദുഷ്ഫലങ്ങൾ ശമിക്കുന്നത് വരെ നരകത്തിൽ കിടക്കേണ്ടതായിട്ടും വരും. നരകങ്ങൾ വളരെ വിസ്തൃതവും അഗാധവും അന്ധകാരാവൃതവും മലീമസവും ഭയാനകവുമായ ദണ്ഡകുണ്ഡങ്ങളാണ്. ഏത് വിധത്തിലായാലും പാപം ചെയ്തിട്ടുള്ളവരെല്ലാം അവിടെ എത്തിപ്പെടുക തന്നെ ചെയ്യും. അതിന് പരിഹാരം നേടാത്തവരുമായ അധർമ്മികൾ, പാപം ചെയ്തതിന് പരിഹാരം നേടാത്തവരായ അധർമ്മികൾ മരിക്കുമ്പോൾ അവരുടെ ദേഹികൾക്ക് വേദന നൽകാൻ വേണ്ടി സാങ്കല്പിക സങ്കുചിത ജഡങ്ങൾ നൽകി അവയെ പാശത്താൽ കെട്ടിവലിച്ച്, പാശം എന്ന് പറയുന്നത് കയറ്, നമ്മൾ കെട്ടിവലിച്ച് നരകത്തിൽ കൊണ്ടുവരുന്നത്. നമ്മൾ പറയുന്നുണ്ടല്ല, പണ്ടൊക്കെ ചെറുപ്പത്തിലേ പറയുന്നത് നമ്മൾ കേൾക്കുന്നത്, മരിക്കുമ്പോൾ നമ്മളെ കയറ് കൊണ്ട് കെട്ടിവലിച്ചിട്ടാണ് ധർമ്മദേവൻ്റെ ദൂതന്മാർ വന്നിട്ട് കൊണ്ടുപോവുക എന്ന് പറയുന്നത്. അപ്പോൾ വേദന അനുഭവിക്കുന്നത് ആരാണ്? നമ്മുടെ ശരീരമാണ്. അപ്പോൾ അതിന് മരണവേളയിൽ ആ ശരീരം ഉപേക്ഷിക്കുന്നത് കൊണ്ട് പാപശിക്ഷ അനുഭവിപ്പിക്കാൻ വേണ്ടി മാത്രം പിന്നെ വീണ്ടും മായാജഡം നൽകുകയാണ്. ആ നരകത്തിൽ അവരവർ ചെയ്തിട്ടുള്ള പാപങ്ങൾക്ക് അനുസരണമായ ശിക്ഷകളും കൊടുക്കുന്നു. ഞാനിവിടെ ഇപ്പോൾ 7 നരകങ്ങളെ പറ്റിയിട്ടാണ് പറയുന്നത്. 4 ഭാഗമായിട്ടേ പറയുള്ളൂ, കാരണം കുറേ ഉണ്ട്. ഫസ്റ്റിലെ നരകം എന്താണ്? നരകത്തിനെ പറ്റി എന്താ പറയുന്നത്? ദൈവത്തെയും
ദൈവഭക്തന്മാരായ പുണ്യാത്മാക്കളെയും ദ്വേഷിക്കുന്നവർ മരണാനന്തരം നരകകുണ്ഡത്തിൽ പതിച്ച് അനേകായിരം വർഷങ്ങൾ അതിൽ കിടന്ന് വേദനകളും യാതനകളും അനുഭവിച്ചൊടുവിൽ പുഴുക്കളായി ഭൂമിയിൽ പിറക്കുന്നു. ഫസ്റ്റത്തെ നരകം നരകകുണ്ഠം. രണ്ടാമത്തത് അമേധ്യകുണ്ഡെന്ന. അതിനെന്താണ് ധർമ്മദേവൻ സാവിത്രിയോട് പറഞ്ഞു കൊടുക്കുന്നത്? ഒരുവന് ദാനം നൽകിയതിന് ശേഷം ആ ദാനവസ്തു ബലമായി തിരിച്ചു വാങ്ങുകയോ വഞ്ചിച്ചെടുക്കുകയോ ചെയ്യുന്നവൻ മരണാനന്തരം എവിടെ കിടക്കും? അനവധി വർഷം അമേധ്യകുണ്ഡമെന്ന ഭീകര നരകത്തിൽ കിടന്നതിന് ശേഷം അമേധ്യം ഭുജിക്കുന്ന പന്നിയായി പിറക്കും. ആ ശിക്ഷയുടെ കാലാവധി അവസാനിക്കുമ്പോൾ മറ്റു ജന്മം അവൻ സ്വീകരിക്കും. മൂന്നാമത്തെ എന്താ? ശ്ലേഷ്മകുണ്ഠം. എന്താണ് ശ്ലേഷ്മകുണ്ഠം എന്ന് പറഞ്ഞാൽ വിശന്നു വലഞ്ഞു വരുന്ന ഭിക്ഷുക്കളെയോ സാധുക്കളെയോ ആശ്രിതരെയോ എല്ലാവരെയും നോക്കി നിർത്തിക്കൊണ്ട് അവർക്ക് തെല്ല് പോലും യാതൊരു അന്നവും നൽകാതെ തന്നെത്താനിരുന്ന് സുഖമായിട്ട് ഭക്ഷണം കഴിക്കുന്ന പാപി എവിടെ പോകും? മരണാനന്തരം ശ്ലേഷ്മകുണ്ഠ എന്ന നരകത്തിൽ പതിക്കും. എന്താണ്? അവിടെ വളരെ കാലം കിടന്ന് നരകിച്ചതിന് ശേഷം പ്രേതരൂപത്തിലുള്ള പേക്കോലത്തിൽ ഭിക്ഷാന്തേഹിയായി വീണ്ടും ജനിക്കും. വിശന്നുകൊണ്ടൊരാൾ പുറത്ത് വന്ന് നിൽക്കുമ്പോൾ നമ്മൾ തന്നെത്താനകത്തിരുന്ന് ആഹാരം കഴിക്കുന്നവൻ്റെയും മരണാനന്തര ഗതി എന്താണ്? ഇതിന് തുല്യം തന്നെയാണ്. ഇനി നാലാമത് എന്താണ്? താൻ വലിയ ഭാഗ്യവാനാണ്, സമ്പന്നനാണ്, അധികാരമുള്ളവനാണ് എന്നിങ്ങനെയുള്ള അഹങ്കാരത്തോടെ അന്യരെ ആക്ഷേപിക്കുകയും പീഡിപ്പിക്കുകയും അവരുടെ ധനം ബലമായി അപഹരിക്കുകയും ചെയ്യുന്നവൻ എന്താണ്? തൻ്റെ ശരീരത്തിലുള്ള രോമസംഖ്യയോളം വർഷം വന്യകുണ്ഠമെന്ന നരകത്തിൽ പതിച്ച് ഒടുവിൽ ഒരു ഹീനമൃഗമായി ഭൂമിയിൽ പിറക്കും. അതിനേക്കാളൊക്കെ നല്ലത് എന്താ? നമ്മൾ എന്താണ് ആർക്കും ഒരു ഉപദ്രവം ചെയ്യാതെ ജീവിക്കുന്നതാണല്ലേ. ഈ നരകവർണ്ണന കേട്ടാൽ ഒരിക്കലും ഒരു തെറ്റും നമ്മൾ ചെയ്യൂല. ഇനി അഞ്ചാമത്തത് അമ്മ, അച്ഛൻ, ഭാര്യ, പ്രായം തികയാത്ത മക്കൾ എന്നിവരുടെ കാര്യത്തിൽ യാതൊരു ശ്രദ്ധയില്ലാതെ സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കുന്നവൻ മരണാനന്തരം 100 വർഷം ഗർഭകുണ്ഠമെന്ന ഘോര നരകത്തിൽ കിടന്ന് കൊടും യാതനകൾ അനുഭവിക്കണം. താൻ രക്ഷിക്കേണ്ടവരെ രക്ഷിക്കാത്ത പാപിക്ക് ഇത് തന്നെയാണ് ഗതി. ഇനി ആറാമത്തെ നരകത്തിനെ പറ്റി പറയാണ്. ആറാമത്തെ നരകം എന്താണ്? വന്യകുണ്ഠം. അന്യരുടെ മുമ്പിൽ ഞെളിഞ്ഞ് ഇല്ലാത്ത പദവി ഉണ്ടെന്ന് നടിച്ച് അവരെ ചൂഷണം ചെയ്തും സദാ ആത്മപ്രശംസയും ആത്മവഞ്ചനയും ചെയ്തും പരന്മാരെ പരിഹസിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നവനും മരണാനന്തരം ഏത് കുണ്ഠത്തിൽ പതിക്കുന്നാണ് പറയുന്നത്? വന്യകുണ്ഠം എന്ന നരകത്തിൽ പതിച്ച് വീണ്ടും ഭൂമിയിലെ മലിനജലത്തിലെ കൃമിയായി ജനിക്കുന്നാണ് പറയുന്നത്. ഏഴാമത്തെ നരകത്തിനെ പറ്റി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും സഹായമോ ആഹാരമോ ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയോടെ വരുന്ന ദരിദ്രനെ നിഷ്കരുണ ആട്ടിപ്പുറത്താക്കുന്ന ധനാഢ്യനായ ഗൃഹസ്ഥൻ മരണാനന്തരം വിശപ്പും ദാഹവും കൊണ്ട് വലഞ്ഞ് അവശനായി എൻ്റെ കിങ്കരന്മാരാൽ പീഡിപ്പിക്കപ്പെട്ട് 10 വർഷം നരകകുണ്ഠത്തിൽ കിടന്നതിന് ശേഷം ഭൂമിയിൽ എന്താണ് പറയുക, മറ്റുള്ളവർ വലിച്ചെറിഞ്ഞു കൊടുക്കണ ആഹാരങ്ങൾ മാത്രം കഴിക്കുന്ന ഒരു ശ്വാനനായി പിറക്കും. ശ്വാനൻ എന്ന് പറഞ്ഞാൽ ഒരു നായയായിട്ട് പിറക്കുന്ന പറയുന്നത്. ഈ നരകവർണ്ണന കേൾക്കുന്ന ഏതൊരാൾക്കും, മനുഷ്യനായി ജനിച്ച ഏതൊരാൾക്കും ഒരു ഭയം മനസ്സിൽ വരും. അത് ഭയം വന്നാൽ തന്നെ നമ്മൾക്ക് എന്താണ്, നമ്മൾക്ക് മറ്റുള്ളവരെ ദ്രോഹിക്കാനോ ഉപദ്രവിക്കാനോ ഒന്നും കഴിയില്ല. നിസ്വാർത്ഥ ഭക്തിയോടെ ഭഗവാനിൽ മാത്രം, ആ അമ്മയെ മാത്രം സേവിച്ചിട്ട് ജീവിക്കാൻ തോന്നും. അങ്ങനെയുള്ളവർക്ക് സ്വർഗപ്രാപ്തി നിശ്ചയമായിട്ടും ലഭിക്കുന്നതാണ് പറയുന്നത് ദേവി ഭാഗവതം. ഇത് ഞാൻ പറഞ്ഞത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ അടുത്ത ഭാഗം പിന്നെ പറയാം.